മീസാനിന്റെ കനം തൂക്കുന്ന ഒരു വലിയ ദിക്റാണ് അൽഹംദുലില്ലാ. എപ്പോഴും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയാം. എന്താ ചേരെ വർത്താനം ചോദിച്ചാൽ, ഓ വയ്യ, കാലിനിങ്ങനെ ഒരു വേദന, എപ്പോഴും അസുഖം തന്നെ, ഇങ്ങനെ പറയാതെ അൽഹംദുലില്ലാ എന്ന് പറയാം. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ആരെന്ത് ചോദിച്ചാലും അൽഹംദുലില്ലാ, സന്തോഷം എന്നേ പറയാവൂ. അല്ലാതെ പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ഇങ്ങനെ പറഞ്ഞെടുക്കരുത്. അൽഹംദുലില്ലാ എന്ന് പറയുക അത് നമ്മുടെ മീസാനിനെ കനം തൂക്കുന്ന വലിയ ഒരു സ്വത്താണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയാം. അതുകൊണ്ട് തന്നെ ഉറങ്ങുന്ന സമയത്ത് നമ്മളൊന്നും ഇങ്ങനെ ചിന്തിക്കണം, എന്റെ റബ്ബ് എനിക്ക് കാണാനുള്ള കണ്ണ് തന്നിട്ടുണ്ട്, കേൾക്കാനുള്ള ചെവി തന്നിട്ടുണ്ട്, നടക്കാൻ കാലുകൾ തന്നിട്ടുണ്ട്, ഇതിനൊക്കെ നന്ദി ചെയ്തിട്ടാണോ ഞാൻ ഈ ഉറങ്ങാൻ പോകുന്നത് എന്ന് ചിന്തിച്ചിട്ട് വേണം ഒരു മുഅ്മിനായ മനുഷ്യൻ ഉറങ്ങേണ്ടത്. അല്ലാതെ സ്ക്രീനുകളുടെ വെളിച്ചത്തിൽ ഇങ്ങനെ കുറെ നോക്കിയിട്ട് അങ്ങനെ ഉറങ്ങിപ്പോണ അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. ചെല്ലേണ്ടതൊക്കെ ചൊല്ലിയിട്ട് പറയേണ്ടതൊക്കെ പറഞ്ഞിട്ട് ഈ ഉറക്കം എന്റെ മരണത്തിലേക്കുള്ളതാവാം എന്ന് ചിന്തിച്ചിട്ട് കൊണ്ടാണ് ഓരോ മുഅ്മിനും ഉറങ്ങേണ്ടത്. അങ്ങനെ ഉറങ്ങണം. ഉറങ്ങണ സമയത്ത് ആലോചിക്കണം, ഇന്ന് അല്ലാഹു എനിക്ക് എന്തെല്ലാം നന്മകൾ തന്നു, ഇതിനൊക്കെ ഞാൻ ശുക്ർ ചെയ്തിട്ടുണ്ടോ? ഇല്ല എങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് കുറച്ച് ഹംദ് ചൊല്ലിയിട്ട് വേണം നമ്മൾ ഉറങ്ങാൻ. കാരണം ആ ഉറക്കിൽ നിന്ന് നമ്മൾ എണീക്കൊന്നും അറിയില്ല. അതുകൊണ്ടാണ് എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞെന്താ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ എന്നാ പറയുന്നത്. എന്നെ ജീവിപ്പിച്ച അല്ലാഹു. നമ്മൾ ഉറക്കിൽ നിന്ന് എണീറ്റിട്ടുള്ളൂ. പിന്നെ ജീവിപ്പിച്ചാന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം മഹാന്മാർ നൽകിയത് എന്താ? ഉറക്ക് എന്ന് പറഞ്ഞത് മരണത്തിന്റെ അനിയനാണ്. ഉറക്ക് എന്നുള്ളത് മരണത്തിന്റെ അഹാണ്, സഹോദരനാണ്. അതുകൊണ്ട് ഉറക്കിലേക്ക് പോകുന്ന സമയത്ത് മരണത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് ഉറങ്ങാൻ പോകേണ്ടത് എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാം. എന്താണ് അല്ലാഹു തആല നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരും എന്ന് പറഞ്ഞാൽ എന്താണ് അധികരിപ്പിച്ചു തരിക? ശുക്ർ ചെയ്താൽ അധികരിപ്പിക്കുന്നല്ലേ പറഞ്ഞു. എന്താണ് അധികരിപ്പിച്ചു തരിക? മഹാന്മാർ അത് ചർച്ച ചെയ്തെടുത്ത് പറഞ്ഞു കാണാം. എന്താണ് അധികരിപ്പിക്കുക? ഒന്ന്, ഈമാൻ അധികരിപ്പിക്കും. രണ്ട്, പണം അധികരിപ്പിക്കും. നിങ്ങൾ പണമാണ് ചെലവാക്കുന്നതെങ്കിൽ അത് അധികരിപ്പിക്കും. മനസ്സമാധാനം അധികരിപ്പിക്കും. ആരോഗ്യം അധികരിപ്പിക്കും. ബറക്കത്ത് അധികരിപ്പിക്കും. അറിവ് അധികരിപ്പിക്കും. ഇങ്ങനെ കുറെ വിശദീകരണങ്ങൾ മഹത്തുക്കൾ അതിന് നൽകിയത് കാണാം.